ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് കൊച്ചിയിലേക്ക് പോകുന്ന വ്ളോഗാണ്. കൊച്ചിയിൽ ഞങ്ങൾക്ക് ആലുവയിലൊരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി തലേന്നേ അങ്ങ് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോകുന്നത് വന്ദേ ഭാരതിലായിരുന്നു. 6:05 ട്രെയിന്. അങ്ങനെ ഞങ്ങളൊരു 5:15 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ കറക്റ്റ് 6:05 ആയപ്പോഴേക്കും ട്രെയിൻ വന്നു. അങ്ങനെ ട്രെയിനിൽ കയറി സീറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ ഇരുന്നു. അങ്ങനെ ഇരുന്ന ഉടനെ തന്നെ ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ട്രെയിൻ പോകുന്നത്. അങ്ങനെ വീട് നോക്കിയുള്ള ഇരിപ്പായി. പെട്ടെന്ന് പോകുന്നതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ കാണാൻ പറ്റി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കോഫിയും അതുപോലെ തന്നെ ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടുവന്നു. വിൻഡോ സീറ്റാന്ന് പറഞ്ഞ് സന്തോഷിച്ചിരുന്നപ്പോഴേക്കും ഞങ്ങൾക്ക് കിട്ടിയ വിൻഡോ സീറ്റ് ഇങ്ങനെയായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും സാമ്പാറും ചമ്മന്തിയും അതുപോലെ വടയും പിന്നെ റവ കേസരിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും സ്ഥലം എത്തി. എട്ടരയൊക്കെ ആയപ്പോഴത്തേക്കും എറണാകുളം സ്റ്റേഷനിലെത്തിയിരുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഊബർ വരാൻ വേണ്ടിയിട്ട് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഊബറൊക്കെ വന്നിട്ട് ഞങ്ങൾ നേരെ ഹോട്ടൽ റൂമിലേക്ക് പോയി. അങ്ങനെ റൂമിലെത്തി സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഉടനെ ഞങ്ങൾ പുറത്തോട്ട് പോകാനായിട്ട് ഇറങ്ങി. ഹലോ ഗൈസ്, ഞങ്ങൾ കടയിൽ പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. എവിടെ പോകാനാണ്? അങ്ങനെ കടയിലത്തേക്ക് വേണ്ടി ഞങ്ങൾ ഹോൾസെയിൽ കടയിൽ കയറി കുറേ ബാഗുകളൊക്കെ മേടിച്ചു. അങ്ങനെ ചുബുവിന് ക്രോഷറ്റിൻ്റെ നൂലൊക്കെ വേണമായിരുന്നു. അങ്ങനെ അതുമൊക്കെ മേടിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നല്ലപോലെ ക്ഷീണിച്ചു. വന്നിട്ടും ഉമ്മാക്ക് മതിയായില്ല. ഉമ്മ ഇങ്ങനെ ഓരോ കടയിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ പിടിച്ചുകൊണ്ടാണ് പിന്നെ തിരിച്ച് റൂമിലോട്ട് പോയത്.
അങ്ങനെ റൂമിൽ വന്നിട്ട് പിന്നെ വാപ്പായുമായിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും കടയിലോട്ടൊക്കെ പോയി. ഒരു ലോഡ് സാധനം മേടിച്ചിട്ട് ഇറങ്ങി വരുന്നില്ല. അങ്ങനെ ആ കടയിലും കൂടെ കയറിയിട്ടാണ് പിന്നെ വന്നത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഹോട്ടൽ റൂമിലോട്ട് വന്നിട്ട് നല്ലപോലെ കിടന്നുറങ്ങി. അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ലുലു മാളിലേക്ക് പോകാൻ ഇറങ്ങുവാണ്. അങ്ങനെ ലുലു മാളിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് രാത്രി കഴിക്കാനുള്ള ഫുഡൊക്കെ മേടിച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഹോട്ടൽ റൂമിലോട്ട് വന്നു. ഫുഡൊക്കെ കഴിച്ചു. പാനിപൂരിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അപ്പം തന്നെ പൊട്ടിച്ച് കഴിക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ റെഡിയായി. ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും എൻഗേജ്മെൻറ്റിന് പോകാൻ ഇറങ്ങി. അന്ന് വിക്രം കൊല്ലത്ത് വരുന്ന ദിവസമായിരുന്നു. അങ്ങനെ ഞാനത് ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോട്ടൽ റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി ലഗേജ് എല്ലാം എടുത്ത് ഇറങ്ങുവാണ്. വൈകിട്ട് 5:30-ക്കായിരുന്നു ട്രെയിൻ. അങ്ങനെ ഞങ്ങൾ ആ സമയം കൊണ്ടും മറൈൻ ഡ്രൈവിലൊക്കെ പോകാനിരുന്നു. പക്ഷേ ആ സമയത്തോടെ ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ പിന്നെ ഒരു 4:30 ആയപ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നു. അങ്ങനെ ട്രെയിനിലൊക്കെ കയറി രാത്രി 8:30 ആയപ്പോഴത്തേക്കും കൊല്ലത്തെത്തി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.